Good morning to all. Virtual learning and online labs. Virtual learning. A virtual classroom is a teaching and learning environment where participants can interact, communicate, view and discuss presentations, and engage with learning resources while working in group, all in an online settings. ഒരു വിർച്വലായിട്ടുള്ള ക്ലാസ് റൂം എന്ന് പറയുന്നത് അവിടെ നമുക്ക് അധ്യാപനവും ഒപ്പം തന്നെ പഠനവും ഒരുമിച്ച് നടക്കുന്ന ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ വിർച്വലായിട്ടുള്ള ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന പാർട്ടിസിപ്പൻസിന് അതിൽ ഇൻറ്ററാക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒപ്പം നമ്മളിപ്പോൾ ഒരു PPT അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ വെച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വ്യൂ ചെയ്ത് കണ്ടുകൊണ്ടും ഒപ്പം തന്നെ അതിനെ ഡിസ്കസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. ഒപ്പം വിദ്യാർത്ഥികളെ നമ്മുടെ ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എൻഗേജ് ചെയ്യാനായിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ലേണിംഗ് റിസോഴ്സസ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവരെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പൊക്കെ ആക്കി തിരിച്ച് ഇതിലേക്ക് നമുക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നു. The medium is often through a video conferencing application that allows multiple users to be connected at the same time through the internet. ഇതിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഒരു വീഡിയോ കോൺഫറൻസിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അതായത് നമുക്ക് പലരെയും, അതായത് ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള യൂസേഴ്സിനെ നമുക്ക് ഒരേ സമയം ഇൻ്റർനെറ്റിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. which allows the users from virtually anywhere to participate. അതുപോലെ നമുക്കിപ്പോൾ ലോകത്ത് നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി സാധിക്കും. എ വിർച്വൽ ക്ലാസ് റൂം ഈസ് ഓൾസോ നോൺ ആസ് എ വിർച്വൽ ലേണിംഗ് എൻവയോൺമെൻറ്റ്. അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള ഒരു വിർച്വൽ ആയിട്ടുള്ള ക്ലാസ് റൂമിനെ നമുക്ക് വിർച്വൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്നും വിളിക്കാം. Then characteristics of virtual learning. First one is mobile accessibility. Even a few years ago, having a mobile optimized virtual classroom wouldn't have been a requirement. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമുക്കൊരു മൊബൈൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു വിർച്വൽ ക്ലാസ് റൂമിൻ്റെ ഒന്നും ഒരു ആവശ്യകത വന്നില്ല. ബട്ട് ടൈം ഹാവ് ചേഞ്ച്ഡ് ആൻഡ് ഇഫ് യുവർ ലേണേഴ്സ് കാൺട്ട് ആക്സസ് യുവർ കോഴ്സ് ഫ്രം ദർ മൊബൈൽ ഡിവൈസ് ബോത്ത് ഓഫ് യു ആർ മിസ്സിംഗ് ഔട്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് കാലങ്ങൾ മാറി. ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ഒത്തിരിയധികം പുരോഗമനം വന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഒരു നല്ലൊരു വിദ്യാഭ്യാസമാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ആവശ്യകത. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മൊബൈൽ ആക്സസിബിലിറ്റി ഇതിനെ പറ്റിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. മൊബൈൽ ആക്സസിബിലിറ്റി അലൗ യുവർ ലേണേഴ്സ് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ഇൻ വേർ ആൻഡ് ഹൗ ദേ ലേൺ ആൻഡ് ദാറ്റ് ബെനിഫിറ്റ് യു ആസ് മച്ച് ആസ് ദം ബിക്കോസ് ഇറ്റ് മീൻസ് ദേ ഹാവ് മോർ ഓപ്പർച്യൂണിറ്റീസ് ടു എൻഗേജ് വിത്ത് യുവർ മെറ്റീരിയൽസ്. അപ്പോൾ ഇങ്ങനെയുള്ള മൊബൈൽ ആക്സസിബിലിറ്റി വന്നതോടുകൂടി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂടി. ഒപ്പം തന്നെ വേറൊരു ബെനിഫിറ്റാണ്, അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മൊബൈൽ ആക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഡൗട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൊളാബറേറ്റീവ്. വിർച്വൽ ലേണേഴ്സ് ആർ വർക്കിംഗ് വിത്ത് ഈച്ച് അതർ മോർ ദാൻ ഇവർ ബിഫോർ. പഴയ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒത്തിരിയധികം വിർച്വൽ ആയിട്ടുള്ള ലേണേഴ്സ് കൂടി വരുന്നുണ്ട്. ദേ ആർ ചാറ്റിംഗ് ഇൻ ഫോറംസ്, ടീമിംഗ് അപ്പ് ഓൺ ഗ്രൂപ്പ് പ്രോജക്ട്സ് ആൻഡ് കോമ്പീറ്റിംഗ് ഫോർ ഹൈ സ്കോർസ് ഓൺ ലീഡർ ബോർഡ്. അവർ അവരുടെ ഫോറങ്ങളിൽ ഇരുന്ന് ചാറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഗ്രൂപ്പ് പ്രോജക്റ്റിന് വേണ്ടി അവർ ടീമപ്പ് ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ലീഡർ ബോർഡിന് വേണ്ടി ഒരു ഉയർന്ന സ്കോറിന് വേണ്ടി അവരൊരു കോമ്പറ്റീഷൻ. അതായത് ഇങ്ങനെയുള്ളൊരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് വന്നതോടുകൂടി കുട്ടികളിൽ നമുക്ക് എന്താണ് മത്സരബുദ്ധി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇൻ സം കേസസ് ദിസ് എക്സ്പീരിയൻസസ് ആർ ദ ന്യൂ ഡിഫൈനിങ് ഫീച്ചേഴ്സ് ഓഫ് ഓൺലൈൻ കോഴ്സസ്. അപ്പോൾ ഇങ്ങനെ ഇവർക്ക് കിട്ടുന്ന നല്ല നല്ല എക്സ്പീരിയൻസസ് നമ്മുടെ ഇങ്ങനെയുള്ള ഓൺലൈൻ കോഴ്സസിന് പുതിയൊരു ഡിഫൈനിങ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് അതിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ലേണേഴ്സ് ഹാവ് കം ടു വ്യൂ ദം ലെസ് ആസ് ഡിജിറ്റൽ ട്രാൻസ്പോസിഷൻ ഓഫ് ഫിസിക്കൽ ക്ലാസ് റൂംസ് ആൻഡ് മോർ ആസ് പ്ലേസ് വെയർ ദേ ബിൽഡ് റിലേഷൻഷിപ്പ് വിത്ത് ഫെല്ലോ ലേണേഴ്സ് ഓവർ ഷെയർഡ് ഇൻട്രസ്റ്റ്. നമ്മുടെ ലേണേഴ്സ് ഇങ്ങനെയുള്ള ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ക്ലാസ് റൂമിനെ വെറും ഒരു ഡിജിറ്റൽ ട്രാൻസ്പോസിഷൻസ് ആയിട്ട് മാത്രമല്ല കാണുന്നത്, മറിച്ച് നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒത്തിരിയധികം ലേണേഴ്സ് വരും. അപ്പോൾ നമുക്ക് അവരുമായിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു.
നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇന്ററാക്റ്റീവ് ലേണിംഗ്. വൺ ഓഫ് ദ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്റ്റിങ്വിഷിംഗ് വിർച്വൽ ലേണിംഗ് എൻവയോൺമെന്റ്സ് ഫ്രം ദ ടിപ്പിക്കൽ ക്ലാസ് റൂം ഈസ് ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ വേ ലെസൺസ് ആർ ഡെലിവേർഡ്. അപ്പോൾ ഒരു സാധാരണയായിട്ടുള്ള ഒരു ക്ലാസ് റൂം വെച്ച് നമ്മുടെ ഇങ്ങനെയുള്ള ഒരു വിർച്വൽ ലേണിംഗ് എൻവയോൺമെന്റിനെ വ്യത്യസ്തമാക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള ലേണിംഗ് ആണ്. അതായത് നമുക്ക് ഏവർക്കും എല്ലാവരും പഠിപ്പിക്കാൻ സാധിക്കും, പക്ഷെ നമ്മൾ ഡെലിവറിങ് ചെയ്യുന്ന പാഠഭാഗത്തിൻ്റെ കണ്ടന്റ് അനുസരിച്ചിരിക്കും. In traditional learning, learners sit in a classroom listening to a lecture and taking notes. നമ്മുടെ പരമ്പരാഗതമായ വിദ്യാഭ്യാസം അനുസരിച്ച് അധ്യാപകൻ എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ വരുന്നു, അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, കേട്ട കാര്യങ്ങൾ അവർ ബുക്കിൽ എഴുതിയെടുക്കുന്നു. പിന്നീട് അവർക്ക് അവർക്കൊരു ഡൗട്ട് വീണ്ടും വരികയാണെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ അന്ന് നടന്ന ആ സെയിം ക്ലാസ് വീണ്ടും ലഭിക്കണമെന്നില്ല. കാരണം ഇവിടെ ഒരു പ്രീ റെക്കോർഡിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇവിടെ പോസിബിൾ അല്ല. But online classrooms give learners greater freedom to engage with the material creatively and for the course content to adapt and respond based on their input. അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള ഒരു ഓൺലൈൻ ക്ലാസ് റൂം വന്നതോടുകൂടി അവിടേക്ക് എങ്ങനെയാണ് പ്രീ റെക്കോർഡിംഗ് ആയിട്ടുള്ള വീഡിയോസ് പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ക്ലാരിഫൈ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നു. Next, omnisynchronous. Virtual classrooms support both synchronous and asynchronous learning. നമ്മുടെ വിർച്വൽ ക്ലാസ് റൂമിൽ സിൻക്രോണസ് ആയിട്ടുള്ളത്, സിൻക്രോണസസ് എന്ന് പറയുന്നത് ആ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ലേണിംഗ്, അവിടെ പ്രീ റെക്കോർഡിംഗ് ആയിട്ടുള്ള വീഡിയോസ് പോസിബിൾ അല്ല. ആൻഡ് അസിൻക്രോണസ് ലേണിംഗ്, അതിൽ നമുക്ക് എങ്ങനെയാണ് പ്രീ റെക്കോർഡിംഗ് വീഡിയോസ് എല്ലാം പോസിബിൾ ആണ്. ദ ലേണേഴ്സ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ലൈവ് ലെസൺസ് ഓർ ആക്സസ് ദ മെറ്റീരിയൽ അറ്റ് ദർ കൺവീനിയൻസ്, മേക്കിംഗ് എഡ്യൂക്കേഷൻ മോർ അഡാപ്റ്റബിൾ. ഇപ്പോൾ നമ്മുടെ ഒരു സാറ് ഇപ്പോൾ അങ്ങനത്തെ ഒരു ക്ലാസ് ഡെലിവർ ചെയ്തതിന് ശേഷം അവർക്ക് വീണ്ടും ഒരു ലൈവ് ആയിട്ടുള്ള ലെസൺസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എങ്ങനെ അസിൻക്രോണസ് ആയിട്ടുള്ള ലേണിംഗിൽ. Next, experimental learning. Virtual classroom offers new ways for the education to deliver inspiring, engrossing, effective learning content. In turn, learners interact with the lesson in the new way, showing what works and what doesn't in the field of online education. അതായത് നമ്മുടെ വിർച്വൽ ക്ലാസ് റൂമിൽ വേറൊരു രീതിയാണ് എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കെമിസ്ട്രി സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു കെമിക്കൽ റിയാക്ഷനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് കുട്ടികളെ കാണിക്കുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി ഒരു നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. നമുക്കറിയാം, നമ്മൾ കേട്ട് പഠിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് കണ്ടുപഠിക്കുന്നതാണ്. അതാണ് എപ്പോഴും നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളതായിട്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് കൂടുതലായിട്ട് ബെനിഫിറ്റ് ആകുന്നു. Then, non-restricting. A virtual classroom allows both learners and instructors around the world to participate in live classes, to collaborate and interact. അതായത് ഈ വിർച്വൽ ക്ലാസ് റൂം വഴി നമുക്ക് ലോകത്ത് എവിടെ നിന്നാണെങ്കിലും നമുക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനും സാധിക്കുന്നു. മൂക്ക് പ്രോഗ്രാം ലൈക്ക് കോഴ്സെറ ആർ ഗ്രേറ്റ് എക്സാമ്പിൾസ് ഓഫ് ദിസ് കോൺസെപ്റ്റ് ഇൻ ആക്ഷൻ. ഇതിനൊരു ഗ്രേറ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ മൂക്ക് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. affordable, the low cost of virtual classrooms are considered to be the major advantages. അപ്പോൾ ഇവരുടെ ഒരു മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ഇത് ഒത്തിരിയധികം അഫോർഡബിൾ ആണ്, ചീപ്പായിട്ടുള്ളതാണ്. ലേണേഴ്സ് ക്യാൻ സേവ് ദ മണി ബൈ നോട്ട് ഹാവിങ് ടു വറി അബൌട്ട് ട്രാവൽ എക്സ്പെൻസ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് വീട്ടിലിരുന്ന് പഠിക്കാം, അപ്പോൾ ട്രാവൽ എക്സ്പെൻസസിന് വേണ്ടി നമ്മൾ വീണ്ടും ഒരു മണി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പാർട്ടിസിപ്പൻസ് ഓൾസോ സേവ് ദ ടൈം സിൻസ് ഓൾസോ ദാറ്റ് ഈസ് നീഡഡ് ഇൻ ഇസ് ആൻ ഇൻ്റർനെറ്റ് കണക്ഷൻ. അതായത് നമ്മളിപ്പോൾ ട്രാവലിംഗ് ചെയ്യുന്ന അതിന് കാണിക്കേണ്ട അത്ര സമയം നമുക്ക് സേവ് ചെയ്യാം. ഒപ്പം ആകെ കൂടെ നമുക്ക് ഇതിന് വേണ്ടതെന്ന് പറയുന്നത് ഒരു ഇന്റർനെറ്റ് ആയിട്ടുള്ള കണക്ഷൻസ് ആണ് വേണ്ടത്. ഇനി ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫ്ലെക്സിബിൾ ലേണിംഗ്. ഓൺലൈൻ ക്ലാസ്സസ് ഓൾസോ അലൗ ഫോർ ദ എബിലിറ്റി ടു റെക്കോർഡ് ക്ലാസ് ആസ് ഇറ്റ് ഹാപ്പൻ, ഇൻക്ലൂഡിങ് എനി പ്രസൻറ്റേഷൻ, ഓഡിയോ ആൻഡ് വിഷ്വൽസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓൺലൈൻ ക്ലാസ്സിൽ പ്രീ റെക്കോർഡിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇപ്പോൾ നമുക്ക് ഇതിൽ കൊടുക്കുന്ന ആ സമയത്ത് ഡെലിവറി ചെയ്യുന്ന പ്രസൻറ്റേഷൻസും ഓഡിയോയും ഒപ്പം വിഷ്വൽസ് ഇതെല്ലാം റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദിസ് മീൻസ് ദാറ്റ് ദ കണ്ടന്റ് ഈസ് ആക്സസിബിൾ ഈവൻ ആഫ്റ്റർ ബീങ് ഡെലിവേർഡ് ആൻഡ് ആഡഡ് ബെനിഫിറ്റ് ഫോർ ദോസ് ഹു വാണ്ട് എ ക്വിക്ക് റിഫ്രഷർ ഓർ പെർഹാപ്സ് ഡിഡ് നോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ദ ഫസ്റ്റ് ടൈം. അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യം പറയുന്ന കറക്റ്റ് ടൈമിൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ പ്രീ റെക്കോർഡിംഗ് ആയിട്ടുള്ള വീഡിയോസ് പോസിബിൾ ആണെങ്കിൽ വീണ്ടും നമുക്ക് റിഫ്രഷ് ആയിട്ട് ഒന്നുകൂടി നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. സിൻക്രോണസ് ലേണിംഗ് ഈസ് എ ലേണിംഗ് എൻവയോൺമെന്റ് വെർ എവറി വൺ ടേക്ക് പാർട്സ് ഇൻ ദ ലേണിംഗ് അറ്റ് ദ സെയിം ടൈം. എ ട്രഡീഷണൽ ലെക്ചർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ലേണിംഗ് ആൻഡ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ 100 of years. നമ്മൾ സിൻക്രോണസ് ലേണിംഗിനെ പറ്റി ഓൾറെഡി പറഞ്ഞു. അതെന്ന് പറയുന്നത് ഒരു റിയൽ ടൈമിൽ കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ്. ഒപ്പം തന്നെ അതിനൊരു എക്സാമ്പിളാണ് ട്രഡീഷണൽ ലെക്ചർ. 100 വർഷങ്ങളായിട്ട് നമ്മൾ ഇതായിരുന്നു തുടർന്ന് വന്നുകൊണ്ടിരുന്നത്. ഓൺലൈൻ ലേണിംഗ് എനേബിൾ ദിസ് സെയിം ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസസ് ബട്ട് വിത്ത് ഫാർ മോർ കൺവീനിയൻസ് ആൻഡ് ടൂൾസ്. ഓൺലൈൻ ലേണിംഗിൽ ഈ സെയിം എക്സ്പീരിയൻസ് ആണ്, പക്ഷേ ഇതിൽ കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൂൾസ് ഇതിൽ അവൈലബിൾ ആണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ വിർച്വൽ ആയിട്ടുള്ള ലേണിങ്ങിൽ. ഇനി നെക്സ്റ്റ് ആണ് ഓൺലൈൻ ലാബ് ആൻഡ് വിർച്വൽ ലാബ്. Virtual laboratory is an interactive environment for creating and conducting stimulated experiment, a playground for experimentation. അതായത് ഒരു വിർച്വൽ ലബോറട്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ എക്സ്പെരിമെൻ്റ് വഴി കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫിസിക്സിലെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓക്സിലേഷൻ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഫോഴ്സ് കൊണ്ടും അല്ലെങ്കിൽ ഒരു ടൈം കൊണ്ടും എങ്ങനെയാണ് ഒരു മോഷന് ചേഞ്ച് സംഭവിക്കുക, അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എക്സ്പെരിമെൻ്റ് ആയിട്ട് വിദ്യാർത്ഥികളെ കാണിക്കാം. അപ്പോൾ അത് അവരുടെ ഇടയിൽ എങ്ങനെയാണ് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡൊമൈൻ ഡിപ്പെൻഡൻസ് സിമുലേഷൻ പ്രോഗ്രാം. ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഡൊമൈൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സിമുലേഷൻ പ്രോഗ്രാം ആണ്. എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് കോൾഡ് ഒബ്ജക്ട്സ് ദാറ്റ് എൻകോമ്പസ് ഡാറ്റ ഫയൽസ് ടൂൾസ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ ദിസ് ഒബ്ജക്ട്. അതിൽ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സിന്റെ പേരാണ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ സൈലൻറ്റ് ഫീച്ചേഴ്സ് നോക്കാം. എനി ടൈം എനിവർ ലാബ്, അതായത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലാബിൽ ഉള്ള കാര്യങ്ങൾ റെക്കോർഡിംഗ് ആണല്ലോ, അപ്പോൾ നമുക്ക് എപ്പോഴും ആക്സസിബിൾ ആണ്. വിർച്വൽ ലാബ് ഈസ് ഫ്രീ ടു യൂസ്, അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് എക്സ്ട്രാ മണി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. ഫ്രീ ഓഫ് എക്സ്പെൻസസ് ആൻഡ് റിസ്ക്, ഫ്രീ ആണ്, ഒപ്പം തന്നെ അപകട സാധ്യത ഒത്തിരിയധികം കുറവാണ്. ആക്സസിബിൾ ത്രൂ ഇൻ്റർനെറ്റ്, ഇത് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. ആക്സസിബിൾ ത്രൂ ദ മൊബൈൽ ഫോൺ. ഡെവലപ്ഡ് ഇൻ സെൽഫ് ലേണിംഗ് മോഡിംഗ്, അതായത് നമുക്ക് സ്വയം തന്നെ നമ്മളെ തന്നെ വിലയിരുത്താം. ആൻഡ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എക്സ്പെരിമെന്റേഷൻ. ഇത്രയാണ് അതിൻ്റെ സൈലന്റ് ഫീച്ചേഴ്സ്. Next, the objectives of online lab to provide remote access lab in various discipline of science and engineering. അതായത് സയൻസും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു റിമോട്ട് ആക്സസ് ആയിട്ടുള്ള ലാബ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ടു കേറ്റർ ദ നീഡ്സ് ഓഫ് സ്റ്റുഡൻസ് അറ്റ് വേരിയസ് ലെവൽസ് ആൻഡ് ഫോം ആൻഡ് ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്. അതായത് കുട്ടികളുടെ ആവശ്യം അനുസരിച്ചുള്ള വീഡിയോസ് നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ടു എനേബിൾ ദ സ്റ്റുഡൻസ് ടു ലേൺ അറ്റ് ദർ ഓൺ പേസ് ആൻഡ് എറൗസ് ദർ ക്യൂരിയോസിറ്റി. അതായത് വിദ്യാർത്ഥികൾക്ക് അവരുടെ വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം. അങ്ങനെ അവർക്ക് എന്താണ് ഒരു ക്യൂരിയോസിറ്റി അവരുടെ ഇടയിൽ നമുക്ക് ഉണ്ടാക്കാം. ടു പ്രൊവൈഡ് എ കംപ്ലീറ്റ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ദാറ്റ് ഇൻക്ലൂഡ് വെബ് റിസോഴ്സസ്, വീഡിയോ ലെക്ചർ, ആനിമേറ്റഡ് ഡെമോൺസ്ട്രേഷൻ ആൻഡ് സെൽഫ് ഇവാലുവേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പൂർണ്ണമായൊരു ലേണിംഗ് മാനേജ്മെന്റ് നമുക്ക് എപ്പോഴാണ് സാധ്യമാകുക? അവിടെ ഒരു വെബ് റിസോഴ്സസ്, വീഡിയോ ലെക്ചറിങ്, ആനിമേറ്റഡ് ഡെമോൺസ്ട്രേഷൻ ആൻഡ് സെൽഫ് ഇവാലുവേഷൻസ് എല്ലാം പോസിബിൾ ആവുമ്പോഴാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ടോപ്പിക്. താങ്ക് യു.